രാജസ്ഥാനിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പോകണമെന്നത് വളരെ നാളത്തെ ആഗ്രഹമാണ്. ദീപാവലി സമയത്ത് പോവാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. ഏകദേശം 5 ദിവസം കൊണ്ടാണ് മൊത്തം ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ റോഡ് ട്രിപ്പ് ആരംഭിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. ആദ്യ ദിവസത്തെ ടാർഗറ്റ് ഷോലാപൂരായിരുന്നു, ഏകദേശം 600 കിലോമീറ്റർ അകലെ. എപ്പോൾ റോഡ് ട്രിപ്പ് പോകുമ്പോഴും സൺറൈസ് ടു സൺസെറ്റ് വരെ മാത്രമേ ഞങ്ങൾ വണ്ടി ഓടിക്കാറുള്ളൂ. ഡെസ്റ്റിനേഷൻസ് അതനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. രാവിലെ 6:30 ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. തലേ ദിവസം ഫുൾ ടാങ്ക് അടിച്ചതുകൊണ്ട് ഫ്യൂൽ അടിക്കാൻ ബ്രേക്ക് എടുക്കേണ്ടി വന്നില്ല. ആദ്യത്തെ സ്റ്റോപ്പ് സിറയ്ക്കടുത്തുള്ള A-B. നല്ല തിരക്കായിരുന്നു. ടേബിൾ കിട്ടാൻ 30 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു. ഒരു പ്ലേറ്റ് ഇഡ്ഡലി വടയും ഈ പൊങ്കലും ഓരോ ഫിൽട്ടർ കോഫിയും കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴി ഹൊസ്പെട്ടയിലുള്ള തുംഗഭദ്ര റിസർവോയർ സന്ദർശിച്ചു. മഴക്കാലമായതുകൊണ്ട് റിസർവോയർ ഫുൾ കപ്പാസിറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കടൽ കണ്ട ഫീലിംഗ് ആയിരുന്നു. സമയപരിമിതി ഉള്ളതിനാലും തുംഗഭദ്ര ഡാം മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ടും ഇത്തവണ അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. ലഞ്ചിൻ്റെ സ്പോട്ട് തിരയുമ്പോഴാണ് ഇൽക്കൽ ടൗണിലുള്ള കമ്മത്ത് റെസ്റ്റോറൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങോട്ട് റോഡ് ട്രിപ്പ് പോകുമ്പോഴും ഭക്ഷണത്തിനായി ഏതെങ്കിലും ഒരു പട്ടണത്തിലോട്ട് ഡിറ്റോർ എടുക്കുക എന്നത് ഞങ്ങളുടെ ശീലമാണ്. അതാവുമ്പോൾ നല്ല ഫുഡും ആ ഭാഗത്തെ ലോക്കൽ പലഹാരങ്ങളും ആസ്വദിക്കാനുള്ള ചാൻസും കിട്ടും. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിയുടെ സഹായത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യൻ ഥാലിയും സൗത്ത് ഇന്ത്യൻ ഥാലിയും ഓർഡർ ചെയ്ത് കഴിച്ചു. നോർത്ത് ഇന്ത്യൻ ഥാലിയിൽ റോട്ടി, റൈസ്, ദാൽ, ചന മസാല, മിക്സഡ് വെജ് കറി, കേർഡ്, പാപ്പഡ്, ഗുലാബ് ജാമുൻ. സൗത്ത് ഇന്ത്യനിലാവട്ടെ റൈസ്, ചപ്പാത്തി, ചെറുപയർ കറി, സാമ്പാർ, രസം, കേർഡ്, പിന്നെ ഒരു ഐസ്ക്രീമും. പിന്നെ നോൺ സ്റ്റോപ്പായി ഷോലാപൂരിലോട്ട് എത്തിയപ്പോൾ ഏകദേശം 6 മണി. അവിടെ ഹോട്ടൽ സെൻറ്റർ പോയിന്റിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. റൂമിൽ കയറി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഡ്രൈവിൻ്റെ ക്ഷീണം മാറിയപ്പോൾ ഷോലാപൂരിലെ രാത്രി കാഴ്ചകൾ കാണാനിറങ്ങി. നേരെ പോയത് സിദ്ധേശ്വർ ക്ഷേത്രത്തിലോട്ട്. ഒരു തടാകത്തിൻ്റെ നടുവിലാണ് ഈ അമ്പലം. എന്തോ ഉത്സവം നടക്കുന്ന കാരണം നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് തിരക്കും. അമ്പലത്തിൻ്റെ പ്രസാദമായ ഗീ ലഡ്ഡുവും ബർഫിയും വാങ്ങി. നല്ല രുചിയായിരുന്നു രണ്ടിനും. ഇത് കൂടാണ്ട് ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും സോവനിയേഴ്സായി 2 ക്ലേ എലിഫൻസും മേടിച്ചു. ഡിന്നറിനായി ഞങ്ങൾ പോയത് സുപ്രജയിലോട്ട്. ഒരു 3 നില കെട്ടിടം. എല്ലാ ഫ്ലോറിലും സീറ്റിങ്ങുമുണ്ട്. അവിടുത്തെ പാവ് ഭാജിയും മിസൽ പാവും ഫേമസ് ആണ്. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സ്പൈസിൻ്റെ ലെവൽ എത്ര വേണമെന്ന് അവർ ചോദിക്കും. മൈൽഡായിട്ടുള്ള പാവ് ഭാജിയും മിസൽ പാവും പറഞ്ഞു. സുപ്രജ നിരാശപ്പെടുത്തിയില്ല. വളരെ നല്ല ഭക്ഷണം. 10 മണിയായപ്പോൾ ഡേ റാപ്പ് ചെയ്ത് റൂമിലെത്തി. ഫ്രഷായി കിടന്നുറങ്ങി.